ചേട്ടാ ഒരു പൊരിയല്. ഡാ നീ ഇതെടുത്ത് കുടിക്കുന്നേ കുടി, ഇല്ലെങ്കിൽ പൊരിയല് വന്നാൽ ഞാനെടുത്ത് കുടിക്കും. അളിയാ, ഞാൻ കോട്ട വിട്ടിട്ട് ജ്യൂസ് കുടിക്കണോ അതോ ജ്യൂസ് കുടിച്ചിട്ട് കോട്ട് വിടണോ? നിന്റെ ഒരു അളിഞ്ഞ കോട്ടുവായി. കോട്ട് കാരണം മനുഷ്യൻ എവിടെ കാണാൻ കാണണം. സഹോ നീ കാരണമല്ലോടാ ഇന്ന് എനിക്ക് കോഴിക്കടയിൽ നിന്ന് കോഴിയെ കിട്ടാനേ. സുധീറെ, വണ്ടിയുടെ താക്കോലെന്നറാ. വണ്ടി തോണ്ട ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കുടിച്ചിട്ട് വേണ്ട, ഇപ്പൊ സമയമില്ല. സഹോ അതിനാ കോഴിക്കട കയറി ഞാൻ എന്താ കാണിച്ചെന്ന്? നീ ഒന്നും ചെയ്തില്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല കോഴി. ഈ കോഴിക്ക് നിന്റെ തല അടിപൊളിയാ. മൂത്താച്ചാരി വീട്ടിലുണ്ടല്ലോ അല്ലേ? സഹോ എന്താ? സഹോ ഒരു കോഴിയെ വേണം. കോഴിയൊക്കെ ഉണ്ട്, ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഒരു കോഴിയെ തന്ന ഞാനൊരു കല്യാണത്തിന് പോകാൻ നിൽക്കുക, ഇപ്പം തരാൻ പറ്റത്തില്ല. എങ്ങനെങ്കിലും ഒരു കോഴി, വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാ. പ്ലീസ്. ഓ പണ്ടാരം, എന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് വരാം. ആ ഫെയർ ആൻഡ് ലവ്ലിയും തുടച്ചോളാം. മറ്റേ വേഷത്തൊക്കെ അടിപൊളി, ഈ വേഷമാ. അവന്റെ പിച്ചോത്തിരിക്കുന്നു, ചുമ്മാ ഇരി. നിനക്ക് കോഴിയെ വേണോ? ഇവനെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തും. നീ കോട്ടു വിട്ടുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ടൊന്നും മാറിയില്ല. എങ്ങനെങ്കിലും അവൻ ആ കോഴിയൊന്നും എടുത്തു തരട്ടെ. വാടക്കടോ പണി പാളി. കോഴിയില്ല, ഒരു കോപ്പൂല. പോയിടാ. ബാ പോവാം. എന്താടാ നിനക്കൊരു വിഷമം പോലെ? ചേട്ടാ ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലടാ. എന്നാ ബസ്സിന് പോവാം. അതല്ലടാ, എനിക്കൊരു ഡോക്ടറെ കാണണം. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോടാ. നീ എന്റെ ചങ്കല്ലടാ. കേറ് വാ. അളിയ ഇപ്പോഴെങ്കിലും പോകണ്ട അളിയാ. നമുക്ക് നാളെ ദൂരെ എവിടെങ്കിലും പോവാം. അതാവുമ്പോ ആരും അറിയത്തില്ലല്ലോ. ചേട്ടാ എന്താ? ഈ സൈമൺ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയേതാ? നേരെ പോയി റൈറ്റ്. ചേട്ടാ മോള് പൈസ വലിച്ചു ഓൾട്ട് തൊട്ടല്ലേ കീറിട്ടത്. എതുക്കൾ പൊക്കോ. ആടാ പോവാ. ആ എന്ത് മെട്രോയ്ക്ക് പാളം തെറ്റി? സോറി ഏട്ടാ കണ്ടില്ല. ഇവനൊക്കെ കരയുമ്പോഴും യോയോ പറഞ്ഞോണ്ടോ കരയുന്നെ. എന്തൊരു കാര്യം. ഡാ ദോ പേര് വിളിച്ചു ചെല്ലടാ. നമസ്കാരം. സാം അല്ലേ? അതെ.
വൈറൽ പനിയുടെ തുടക്കമല്ലോ ആണോ? അല്ലല്ലോ ഡോക്ടറെ, വേറെന്താ പ്രശ്നം? അത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോട്ട് വിട്ടിട്ട് പറഞ്ഞാൽ മതി. അത് ഈ കോട്ടുക തന്നെയാണ് ഡോക്ടറെ എന്റെ ഈ പ്രശ്നം. ഷാമിന് എത്ര വയസ്സായി? 31. ഇയാൾക്ക് ഉറക്കമൊക്കെ എങ്ങനാ? ഉറക്കമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സാമിന് എന്താ ജോലി? അതെ, ജോലിയായിട്ടൊന്നും അങ്ങനൊന്നുമില്ല. അതെന്താ ജോലിക്കൊന്നും പോകാത്തത്? അതേ കോട്ടുമൊക്കെ ഉണ്ടായിട്ട് ഡോക്ടറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ കോട്ടുവ, അതാണ് താങ്കളുടെ പ്രശ്നം. ഡോക്ടറെ, എനിക്കെന്തായാലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? സമേ, കോട്ടുവ എന്ന താങ്കളുടെ പ്രശ്നം മെഡിക്കൽ സയൻസിൽ രോഗമായി എങ്ങും പറഞ്ഞിട്ടില്ല. അത് മരുന്ന് കഴിച്ച് മാറ്റാവുന്ന ഒരു പ്രശ്നമല്ല. ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് മൂലമുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഏകദേശം 90% നമ്മുടെ മൂത്രത്തിൽ കൂടിയും നമ്മുടെ വിയർപ്പിലൂടെയുമാണ് ശരീരം പുറന്തള്ളുന്നത്. എസിയും ഫാനും ഉപയോഗിക്കാറുണ്ടോ? AC ഇല്ല, ഫാനുണ്ട്. താങ്കൾ എസിയും ഫാനും മറ്റുമൊക്കെ ഉപേക്ഷിച്ച് പുറത്തിറങ്ങി വെയിലും കാറ്റുമൊക്കെ കൊണ്ട് നല്ലവണ്ണം വിയർപ്പൊഴുകി അധ്വാനിക്കുക. താങ്കളുടെ കോട്ടുമൊക്കെ താനെ മാറിക്കോളും. സുഹൃത്തെ, വിയർക്കാത്ത ശരീരം മൃതശരീരത്തിന് തുല്യമാണ്. ചുമ്മാതിരുന്ന് കോട്ട് വിടാ, എഴുന്നേറ്റ് വല്ല ജോലിക്കും പോടാ.